എന്തിനാണ് ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത്? അതിന്റെ മന്തിന് വൈ കഴിക്കല്ലോ പിന്നെ ഉറപ്പ്. അങ്ങനെ നമ്മൾ ഒരുപാട് നേരത്തെ ചർച്ചകൾക്കൊടുവിൽ നമ്മൾ ഓർഡർ ചെയ്തത് റൂ ഹയാത്തിൻ്റെ ഒരു സാധനമാണ്, ന്യൂട്ടെല്ലയുടെ. എന്നിട്ട് നമ്മൾ ഈ ഒരു ചേട്ടനെ നോക്കി അങ്ങ് നിപ്പായിരുന്നു നമ്മൾ 4 പേരും. എപ്പോൾ കിട്ടും എന്ന് വെച്ചിട്ട് നീണ്ട 20 മിനിറ്റിനുള്ളിൽ നമുക്ക് നമ്മുടെ സാധനം കിട്ടി ഗൈസ്. എന്നിട്ട് എക്സൈറ്റ്മെൻറ്റ് ഉള്ളവരും എക്സൈറ്റ്മെൻറ്റ് ഇല്ലാത്തവരൊക്കെ മുകളിലോട്ട് ഒരൊറ്റ ഓട്ടമായിരുന്നു. ഈ എക്സൈറ്റ്മെൻറ്റ് ഇല്ലാത്തവർക്കായിരുന്നു തുറക്കാൻ കുറച്ചും കൂടി ആവേശം. എന്നിട്ട് നമ്മൾ എല്ലാവരും കഴിച്ചു തുടങ്ങി. കണ്ടോ ഗൈസ്, കണ്ടോ ഒരു എക്സ്പ്രഷൻ ഇടാൻ പറഞ്ഞപ്പോഴേക്കും അങ്ങ് ജീവിക്കുകയാണ് ഗൈസ്. കലാകാരി ആരും കാണാതെ പോകരുത്. എൻ്റെ നെക്സ്റ്റ് കുട്ടി കഴിക്കാൻ തുടങ്ങി. കഴിച്ച് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് കുഴപ്പമില്ല, ഓക്കെ, ഒരു മസ്റ്റ് ട്രൈ ആയിട്ട് തോന്നിയില്ല, കുഴപ്പമില്ല. ഓക്കെ. അപ്പം എന്താണ്, എക്സൈറ്റ്മെൻറ്റ് ഉള്ളവരും ഇല്ലാത്തവരൊക്കെ കഴിച്ചിട്ട് നമ്മൾ ആ ഒരു അങ്ങോട്ട് മാറ്റാൻ വേണ്ടി നമ്മൾ പോയത് ബാബ് അറേബ്യയിലോട്ടാണ്. അവിടെ കണ്ടോ ഇങ്ങനെ ഒരു ഫിഷ് ടാങ്കോട്ട്. ഞാൻ കുറേ നേരം അത് നോക്കിയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻ. എനിക്ക് എൻ്റെ വീട്ടിൽ പണ്ട് മീനുണ്ടായിരുന്നു, അത് എല്ലാം ചത്തുപോയപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ആ പണി അങ്ങ് നിർത്തി. ഇത് നമ്മൾ ഓർഡർ ചെയ്ത് അവിടെ ഇരുന്നപ്പോഴത്തേക്കും ഇതായിരുന്നു അടുത്ത അവസ്ഥ. കറണ്ട് വരും പോവും അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. എന്നിട്ട് നമ്മൾ ഇടവേളകൾ ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ട് അവിടെ വേർഡ് പസിൽസ് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളതൊക്കെ ഇങ്ങനെ സോൾവൊക്കെ ചെയ്ത് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ അങ്ങോട്ട് നോക്കി ഫോണൊക്കെ തോണ്ടിരുന്നിട്ട് കിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ നമ്മളവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് നമ്മൾ നേരെ പോയത് സ്റ്റാച്യൂലുള്ള ബാർബിക്യൂ സ്പേസിലാണ്. അവിടെ പോയിട്ട് നമ്മൾ ആസ് യൂഷ്വൽ പെരി മന്തി ഓർഡർ ചെയ്ത് കഴിച്ച് നേരെ വിട്ടു.